ഈ ഡാനിയലച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കുർബാനയിലും ബാക്കിയുള്ള ഈ നമ്മുടെ ലിറ്റർജിക്കലായിട്ടുള്ള ഈ പ്രാർത്ഥനകളിലൊക്കെ നമ്മളിങ്ങനെ ഒരു രാജാവിനോടൊരു രാജ്ഞി ഇപ്പോൾ സഭയിലിരുന്ന് സംസാരിക്കുമ്പോൾ രാജാവേ എന്നൊക്കെ വിളിച്ചല്ലേ സംസാരിക്കുക. അപ്പോൾ അതുപോലെയാണ് ഈ നമ്മൾ കുർബാനയ്ക്കൊക്കെ പോയി സംസാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആയിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാനും എൻ്റെ ഈശോയും മാത്രം. അപ്പോൾ അവരുടെ പേഴ്സണൽ സമയങ്ങളിൽ അവരെങ്ങനെ രാജാവും ഒരു രാജ്ഞിയും കൂടെ സംസാരിക്കുന്നു, അതുപോലെ എൻ്റെ ഈശോയെ, എൻ്റെ അപ്പ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം, അതാണ് പേഴ്സണൽ പ്രെയർ. ഈശോയായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അപ്പോൾ തിരിച്ചൊരു റിപ്ലൈ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ ഈശോയിൽ നിന്ന്? അതെനിക്ക് ഈശോ ആയിട്ട് അങ്ങനെ സംസാരിക്കുമല്ലോ, ഒന്നല്ലെങ്കിൽ ഈശോ വചനത്തിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ എനിക്കിങ്ങനെ ഞാൻ സംസാരിച്ചതിനോട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവർ പപ്പയും അമ്മയൊക്കെ എന്തായാലും സംസാരിക്കുന്നത് അതിനെപ്പറ്റിയായിരിക്കും. അപ്പോൾ അതെനിക്ക് എന്തെങ്കിലും ആൻസർ ആയിരിക്കും. ആളുകളിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെയോ ഒക്കെ ഈശോ ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു വാക്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഫേവറേറ്റ് വേഴ്സ് ഇതാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഓക്കെ, അതാണ് ഒരു ഫേവറേറ്റ് അല്ലേ വചനഭാഗം. ഈ ഒരു വീഡിയോ വൈറലായി, അപ്പോൾ അതിന് മുമ്പുള്ള സ്നേഹം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം സ്വയം ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സെൽഫായിട്ട് എന്തെങ്കിലും ഞാൻ പ്രൊമോട്ടഡ് ആയി അങ്ങനെ ഒരു ഫീൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്നേഹയ്ക്ക്? മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും അങ്ങനെ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 4 ആൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, അപ്പോൾ എന്നിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ടഡ് ആയി തുടങ്ങി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 4 ആൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രൊമോട്ടഡ് ആയി, അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ കർത്താവിന് മുന്നിൽ ഞാൻ എങ്ങനെയാണ് നല്ല കൊച്ചായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ടോ, അങ്ങനെ ഓരോ ദിവസം ഞാൻ അതേ നോക്കുന്നുള്ളൂ. ഓരോ ദിവസം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഈശോയുടെ അടുത്തേക്ക് കൂടുതൽ വളരാൻ, ലാസ്റ്റ് സ്വർഗത്തിലെത്തണം തമ്പുരാൻ്റെ കൂടെ. ഞങ്ങളും സ്നേഹനെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ മറ്റ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ വചനം പ്രഘോഷിക്കുവാനോ ക്ലാസ് എടുക്കാനോ ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നുണ്ട്, കോളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. ഈശോയെ പറ്റി പറയാനാണല്ലോ, കുഴപ്പമില്ല. അന്ന് പോയതിനു ശേഷം പിന്നെ എവിടേക്കാണ് ഒരു വേദി ലഭിച്ചത്? ഇന്നലെ പാലക്കാട് രൂപതയുടെ പാസ്റ്റർ സെൻ്ററിൽ വെച്ചിട്ട് ജീസസ് യൂത്തിൻ്റെ കുട്ടികൾക്ക് അവിടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഷെയർ ചെയ്തു. മെയിനായിട്ട് വിശുദ്ധ കുർബാനയെ പറ്റിയാണ് പറയാനുള്ളത്. സാക്രമെൻ്റൽ ലൈഫ് ആയിരുന്നു ഇന്നലെ അവിടെ ടോപ്പിക്ക്, അതിനെപ്പറ്റി ഞങ്ങളുമായിട്ട് 2 വാക്ക് ഈ ഒരു വിശുദ്ധ കുർബാന, അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ യുവതലമുറയോടൊക്കെ വിശുദ്ധ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേയൊക്കെ യൂത്ത് പള്ളിയുടെ പുറത്ത് അലസമായിട്ട് ഫോണിലൊക്കെ നോക്കി അവിടെ കുർബാന നടക്കുമ്പോൾ അലസമായിട്ടിരിക്കുന്ന യൂത്തുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ള ആ ഒരു പ്രാധാന്യത്തെ പറ്റി? വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോഴത്തേനും അന്ന് കാൽവരി കുരിശിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി കടന്ന് പിടഞ്ഞ് മരിച്ചില്ലേ, അതേ യാഗം, അതേ ബലി നമ്മുടെ ഓരോ ആൾത്താരയിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് അതേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നത്. തമ്പുരാൻ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഇങ്ങനെ മുറിയപ്പെടുക. അപ്പോഴത്തേനും വില കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. ചൂടുണ്ടാവും, ഫാനില്ല, അങ്ങനെയൊക്കെ ഓർത്ത് ക്ഷീണം വരും, ഇരിക്കാം, അങ്ങനെയല്ല. പുറത്ത് എനിക്ക് ഉള്ളിൽ സ്ഥലമില്ല, പുറത്തിരിക്കാം, അങ്ങനെയല്ല. ഉള്ളിൽ സ്ഥലമില്ല, എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് ഉള്ള സ്ഥലത്ത് നിൽക്കുക. തമ്പുരാൻ്റെ ബലിയിൽ നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോയപ്പോഴത്തേനും മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണമായിട്ട് ദൈവം മന്ന വർഷിച്ചു. അതുപോലെ ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അനുദിനം നമ്മളെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് തമ്പുരാൻ മാറുന്ന ഒരു കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. അപ്പോൾ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും മുടക്കാതെ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. വില കൊടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, ത്യാഗങ്ങളൊക്കെ എടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. ഇപ്പോൾ സ്നേഹ ഒരു യൂത്താണ്, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അതായത് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഒട്ടനവധി നവമാധ്യമങ്ങളുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് സ്നേഹം നോക്കി കാണുന്നത്? അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണോ ഈ ഒരു ഈശോയിലേക്ക് മാത്രം ഒതുങ്ങുന്നത്? എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്? എനിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. എന്നാലും ഇങ്ങനെ ഒത്തിരി നേരം ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല. എല്ലാം ഒന്ന് കയറും, ഒന്ന് അങ്ങനെ ഇറങ്ങും. അതെൻ്റെ ജീവിതത്തെ അങ്ങോട്ട് സ്വാധീനിക്കുന്നില്ല, അതുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറയാം, ലോകത്തിൻ്റെതായ ഒട്ടനവധി പ്രലോഭനങ്ങളൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ടാകും. അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈശോയായിട്ട് ഇങ്ങനെ അടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോണൊക്കെ അങ്ങനെ ആ സമയത്തായിരുന്നു എനിക്ക് ഫോണൊക്കെ. അതിന് മുന്നേ എനിക്ക് ഫോണില്ലായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഒത്തിരി നേരം ലോകത്തിലേക്ക് തന്നെ ആയി പോയേനെ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി വാദോരാതെ സംസാരിച്ച സ്നേഹയുടെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുർബാനയെപ്പറ്റി
കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സ്നേഹ പങ്കുവയ്ക്കും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ സ്റ്റെപ്പിനും വലിയ വില സ്വർഗം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചെന്ന് സംബന്ധിക്കുമ്പോഴത്തേനും സ്വർഗം മുഴുവൻ മാലാഖമാരും സകല വിശുദ്ധരും മാതാവും എല്ലാവരും അവിടെ സ്വർഗം മുഴുവൻ സന്നിഹിതമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴത്തേനും ഈശോയും ഞാനും ഇങ്ങനെ ഒന്നാവുമല്ലേ, ഈശോയും ഞാനും എൻ്റെ ഉള്ളിലേക്ക് ഈശോ വരുമ്പോഴത്തേനും ഈശോയും ഞാനും ഒന്നാവുക. അങ്ങനെ കുർബാന സ്വീകരിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈകളും കാലുകളും ഒക്കെ ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് നമ്മളിങ്ങനെ മാറുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവജനങ്ങളോട്, വേറെ എന്ത് കാര്യം മാറ്റിവെച്ചാലും വിശുദ്ധ കുർബാന മാറ്റി വെക്കാതെ വിശുദ്ധ കുർബാനയ്ക്കുള്ള സമയം നമ്മൾ എന്നും കണ്ടെത്തണം. വിശുദ്ധ കുർബാനയിൽ എന്നും സംബന്ധിക്കണം, തമ്പുരാന്റെ ബലിയിൽ നമ്മൾ എന്നും സംബന്ധിക്കണമെന്ന് ഞാൻ യുവജനങ്ങളോട് പ്രത്യേകമായിട്ട് പറയുക. എല്ലാ മഹത്വ ഈശോയ്ക്ക്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ.